ബേക്കറിക്കാരി നിന്നോട് ആരാ എടുക്കാൻ പറഞ്ഞേ? നിങ്ങൾ എന്താ പറഞ്ഞേ? എന്നെ കൊണ്ടിരുന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നല്ലേ? ഹിറ്റ്ലറെ ഇങ്ങനെ ആക്കിച്ചിരിക്കല്ലേ. ഞാനത്ര പൊട്ടിയൊന്നും അല്ല. കുറച്ചൊക്കെ കണക്ക് എനിക്കും അറിയാം. ഇത് പച്ചക്കറി വാങ്ങിച്ചതിന്റെ കണക്കൊന്നും അല്ല. മിസ്റ്റർ ഹിറ്റ്ലർ, ഈ ഡെബിറ്റ് വോട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വോട്ട് ഗോസ് ഔട്ട് എന്നൊക്കെ എനിക്കും അറിയാം എന്റെ പൊന്ന് സാറേ. എന്താ പറഞ്ഞു? ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ എനിക്കും അറിയാന്ന്. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ 15 lakhs മിസ്സിംഗ് ഫിഗർ? ഇത് ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതാ മിസ്സിംഗ് ആയത്. ഇനിയെങ്കിലും എന്നെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കണം. അല്ല, കുശിനിക്കാർക്ക് ചിലപ്പോ കണക്കൊക്കെ തെറ്റിന്ന് വരാം. പക്ഷെ രാജകുമാരിക്ക് തെറ്റാറില്ല. ഇതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന തന്നെയാ. പിന്നെ ആ മാനേജർക്ക് 2 ചീത്ത ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഒരുത്തിനും ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യില്ല. ഉരുളല്ലേ ചേട്ടാ, ദേഹം അപ്പടി മുറിയും. അബദ്ധത്തിൽ ചിലപ്പോ ഒരു പ്രാവശ്യം ചക്ക വീണ് മുയൽ എത്തുന്നു വരും. അതിനെ ഇത്രത്തോളം പൊക്കി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചക്ക വീണാലും തേങ്ങ വീണാലും മുയൽ ചത്തേ കാര്യം നടന്നേ. എന്നിട്ടും അംഗീകരിക്കാനൊരു മടി അല്ലേ? എന്റെ ഹിറ്റ്ലറെ, നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ തൊട്ടടുത്ത സ്കൂളിലാണ് ഞാനും പഠിച്ചത്. ഈ അക്കൗണ്ടിംഗ് മെത്തേഡൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനൊരു ഐഡിയ പറയട്ടെ. ഒരു മര്യാദ ശമ്പളം തന്നാ ഞാൻ വേണമെങ്കിൽ റെസ്റ്റോറന്റിലെ കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ റെസ്റ്റോറന്റ് നന്നാവണമെങ്കിൽ മതി. ഇനിയെങ്കിലും ആരെയും കളിയാക്കരുത്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ? അല്ല, കുറച്ച് തണുത്ത സംഭാരം എടുക്കട്ടെ എന്ന്. ഇയാള് പോടും കുശിനിക്കാര. അമ്മേ, അമ്മ എന്താ ഇന്നലെ വരാതിരുന്ന? അമ്മാവനും അമ്മായിക്കൊക്കെ സുഖല്ലേ അമ്മേ? അമ്മേ, അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? നോക്കേണ്ടത് നോക്കൂ, കാണേണ്ടത് കാണും. എന്റെ കൺമുമ്പിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ ആർക്കും പറ്റില്ല. മനസ്സിലായില്ലേ? വഴക്ക് പറഞ്ഞോ? എന്തിന്? അതെങ്ങനെ എനിക്കറിയാം. അമ്മ എന്താ ഇന്നലെ വരാത്തെന്ന് വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴാ എന്നോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്. ഇത്ര പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണം? അമ്മയ്ക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയ അമ്മയല്ല ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഇനി അവിടെ ചെന്നിട്ട് അമ്മാവൻ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വിട്ടതാണെങ്കിലോ? ഏയ്, അതിന് സാധ്യതയില്ല. കുറച്ച് കൂടുതൽ പറയുമെന്നേ ഉള്ളൂ.
ഈ വീടിനകത്ത് ആരെയും തമ്മിൽ തെറ്റിക്കാൻ അമ്മാവനൊന്നും പറയില്ല. ഇതിന് കാരണം മറ്റെന്തോ ആണ്. എന്തായാലും ചീത്ത കേട്ടത് എനിക്കാ. ആ, മായച്ചി ഒന്ന് പോയി കാര്യം എന്താന്ന് തിരക്കേ. ഏയ് അത് വേണ്ട. ഇപ്പൊ ചെന്ന് ചോദിച്ചാ ചിലപ്പോ എനിക്കും കിട്ടും. അതും അമ്മയുടെ മുറി ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം ചേർത്ത് ഒരുമിച്ചിങ്ങ് കിട്ടും. കുറച്ച് കഴിയട്ടെ, സമാധാനമായിട്ട് ഞാൻ അമ്മയോട് ചോദിക്കാം. ചോദിക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവും, പറഞ്ഞേക്കാം. നീ സമാധാനിക്ക്, നോക്കട്ടെ. ഉം? ഇതെന്താ പതിവില്ലാതെ ഒരു മണിയടിയും പൂജയും? അത് ഈ നേരത്ത്? എത്രയായി? 100. പെങ്ങള് പണി തുടങ്ങി. ഇതെന്ത് വേഷോ? അമ്മയ്ക്കിത് എന്തു പറ്റി?